നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അത് പ്രീവിയസ് ഇയർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതുണ്ട്. ഒപ്പം ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് KS പരീക്ഷകളൊക്കെ വരികയാണ്. ഒരു പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടതായിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഭാഗത്തെ ഒരു ചെറിയ ടോപ്പിക്കായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI എന്ന് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? കേട്ടിട്ടില്ലാത്തവർക്ക് അതെന്താണെന്ന് പറയാം. അതിന് മുൻപായിട്ട് SBIയിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്ത മലയാളികൾ നിങ്ങളുടെ അറിവിൽ നമ്മുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടായിക്കോട്ടെ SBIയിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്തവരും വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് SBI എന്ന് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. അതോടൊപ്പം തന്നെ SBIയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കും SBI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കും SBI ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള അതായത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്കും ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. SBIക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്. ഇസ്രായേലിൽ ഒരു ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. എന്താണ്? ഇസ്രായേലിൽ ഒരു ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ അഥവാ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണ്? അതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്കും SBI ആണ്. SBIയുടെ ആപ്തവാക്യം എന്താ? പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നതാണ് SBIയുടെ ആപ്തവാക്യം. എന്താണ്? പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. അതാണ് SBIയുടെ ആപ്തവാക്യം. ഈ ചോദ്യങ്ങളെല്ലാം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ്. അതോടൊപ്പം ഇസ്രായേലിൽ ഒരു ശാഖ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് SBI. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കും ഏതാണ്? SBI ആണ്. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് അതാണ് SBIയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് കേട്ടോ. എവിടെയാണ്? മുംബൈ ആണ് SBIയുടെ ആസ്ഥാനം. ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് കേട്ടിട്ടില്ലേ? JM കെയ്ൻസ് ആണ് ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. എന്നാണ് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1955 ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇമ്പീരിയൽ ബാങ്കിന് പുനർനാമകരണം ചെയ്തത്. എന്നാണ് 1955 ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്നെന്താണ് ഇമ്പീരിയൽ ബാങ്കിനെ പുനർനാമകരണം ചെയ്തത്. അപ്പോൾ SBIയുടെ ആസ്ഥാനം എവിടെയാണ്? SBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് SBIയുടെ പഴയ പേര്. ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ് എന്ന് പറയുന്നത്.
1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1955 ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നെന്താ ഇമ്പീരിയൽ ബാങ്കിനെ പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ. അതോടൊപ്പം അരുന്ധതി ഭട്ടാചാര്യയാണ് ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. ആരാണ്? അരുന്ധതി ഭട്ടാചാര്യയാണ് SBIയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യത്തെ മലയാളി ആയിട്ടുള്ള ചെയർമാന്. അരുന്ധതി ഭട്ടാചാര്യയാണ് ആദ്യ വനിതാ ചെയർപേഴ്സൺ. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേശീയ കവിയാണ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് SBIയുടെ പത്രപരസ്യത്തിൽ എന്താണ് ഒരു കസ്റ്റമറായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേശീയ കവി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് SBIയുടെ പരസ്യത്തിൽ ഒരു കസ്റ്റമറായിട്ട് വന്ന കവി എന്ന് പറയുന്നത്, ദേശീയ കവി എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ് യോനോ. SBI എന്ന് കേട്ടിട്ടില്ലേ? അത് ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ്. യു ഓൺലി നീഡ് വൺ എന്നാണ് ഈ യോനോയുടെ ഫുൾ ഫോം. എന്താ? യു ഓൺലി നീഡ് വൺ, അതാണ് യോനോയുടെ ഫുൾ ഫോം. നമുക്ക് എന്താ ഗൂഗിൾ പേ പോലെയുള്ള ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യോനോ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന SBIയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് യോനോ എന്ന് പറയുന്നത്. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസാണ് യോനോ ക്യാഷ് എന്ന് പറയുന്നത്. എന്താണ്? SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസാണ് ഇത് യോനോ ക്യാഷ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് SBI പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറയുന്നത്. എന്താണ് യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ? കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് SBI പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യ മലയാളി ചെയർമാൻ. അരുന്ധതി ഭട്ടാചാര്യയാണ് ആദ്യ വനിതാ ചെയർപേഴ്സൺ. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേശീയ കവി ആരാണ്? ടാഗോറാണ്. അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ആപ്ലിക്കേഷനാണ് യോനോ. യു ഓൺലി നീഡ് വൺ, അതാണ് യോനോയുടെ ഫുൾ ഫോം. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് എന്താണ്? അതാണ് യോനോ ക്യാഷ് എന്ന് പറയുന്നത്. യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് SBI പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് യോനോ മെർച്ചൻ്റ് ആപ്പ് എന്ന് പറയുന്നത്. ഇനി POSൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയാമോ? POS എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് സെയിൽ എന്നാണ് POSൻ്റെ ഫുൾ ഫോം. SBI ആരംഭിച്ച പോയിൻ്റ് ഓഫ് സെയിലാണ് മൊപ്പാഡ് എന്ന് പറയുന്നത്. എന്താ? MOPAD, മൊപ്പാഡ് എന്ന് പറയുന്നത് SBI ആരംഭിച്ച പോയിൻ്റ് ഓഫ് സെയിലാണ്. അപ്പം POS എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ POS എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ഓഫ് സെയിൽ എന്നൊന്ന് ഫുൾ ഫോം പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ SBI ആരംഭിച്ച ഒരു ഇതാണ് ഗ്രീൻ കാർ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കാണ് SBI. എന്താണ് ഗ്രീൻ കാർ ലോൺ എന്ന് ചോദിച്ചാൽ, ഗ്രീൻ കാർ ലോൺ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കാർ ലോൺ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കാണ് SBI ആണ്. SBIയുടെ ലോഗോ ചിത്രീകരിച്ചത് ശേഖർ കാമത്താണ്. ആരാണ്? ശേഖർ കാമത്താണ് SBIയുടെ ലോഗോ ചിത്രീകരിച്ചത്. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? CS സെറ്റിയാണ് SBIയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. CS സെറ്റിയാണ്. SBIയുടെ ലോഗോ ചിത്രീകരിച്ചത് ശേഖർ കാമത്താണ്. ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കും SBI ആണ്. അപ്പം എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് SBI ആണ്. SBIയുടെ ലോഗോ ചിത്രീകരിച്ചത് ശേഖർ കാമത്താണ്. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാ? CS സെറ്റിയാണ്. അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനുമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക്
ഈ ഒരു ഭാഗത്തു നിന്ന് ഉപയോഗിക്കാം. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? CS സെറ്റിയാണ്. SBI ആരംഭിച്ച പോയിൻ്റ് ഓഫ് സെയിൽ അഥവാ POS ടെർമിനൽ എന്ന് പറയുന്നത് മൊപാഡാണ് കേട്ടോ. SBI ആരംഭിച്ച പോയിൻ്റ് ഓഫ് സെയിൽ മൊപാഡാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് SBIയുമായി റിലേറ്റഡ് ആയിട്ട് പ്രധാനമായിട്ട് നോക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റുള്ള ഒരു ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ധനസഹായ മാർഗമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്, അഥവാ തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്നൊക്കെ പറയും. അപ്പം ഇത് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് കേട്ടോ. ഈ ബോണ്ടുകൾ നൽകുന്നത് അതിനുള്ള റൈറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും SBIയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.